വിചാരിച്ചു മാധവൻ വിപ്രയോട് ഉത്തമനാമിൻ കിഴിയെന്തിലെന്നും ചോദിച്ചു ഭാണ്ഡം പിടിച്ചഴിക്കും വിധോ മോദിച്ചു മാധവൻ കാണുകയായി നിർമ്മലമായുള്ളവൾ കണ്ട മൂലമായി പ്രഭായമേറ്റവും തൃപ്തനായേരഹം എന്നു പറഞ്ഞു ജഗന്മയനീശ്വരൻ തന്നുട കയ്യാൽ ഒരു സരോജം കാണാവേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ ശ്രീവത്സാംഗിത വക്ഷസി കൗസ്തുഭവനമാലാധര പീതാംബരവും പാടിയിടാതൊരു രത്നം തടവിന കാഞ്ചന കാഞ്ചികൾ കാണാവേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ ജംഭാതുല്യം തുടയിണയും തവജംഘായുഗളം മണിനൂപുരവും ജംഭാരാതിമുഖാവരവന്ദിത പറയുകളം കൃതി കാണാവേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മുകുന്ദ മാധവ ഗോവിന്ദ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ വിശ്വനാഥോദയം കേൾപ്പതിന്നും മഹാഭാഗ്യങ്ങൾക്കെത്തുമോ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണീവംശോദ്ഭവ ഹരി ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാഥൻ കൃപാലേശമുള്ള ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിരങ്ങെ ശിവോൻ കണ്ടതും കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വെടിഞ്ഞിടുമേ അർത്ഥം നശിച്ചു മിത്രങ്ങൾ വെടിയുമ്പോൾ അർത്ഥഹീനൻ അവനൻ ഭക്തസംസർഗമെത്തും അപ്പോൾ ഞാൻ പ്രസാദിച്ചു മൽഭക്തി സത്യവും നൽകി നിത്യാനിത്യ നിർണയം ഇത്യാദിയും തെളിയിച്ചുടൻ ദേവകിക്ക് നേരം നന്ദനന്മാർ മുഖം കണ്ടൊരു ദേവകി തന്നുടെ പുത്രരെന്നേറ്റവും നിശ്ചിത്യാതനെ സർവരും ആദിപുരുഷൻ പരന്മായി കണ്ടതൊക്കെയും എന്ന് നിരച്ചിരു കണ്ടവൻ ഒക്കെയും അല്ലാതെ എന്തറിയുന്നതും ഇങ്ങനെ ഓരോന്ന് മാധവൻ ചെയ്തവ എങ്ങനെ ചൊല്ലുന്നു മറ്റു ഓരോ വിധം മാധവൻ ചെയ്തവ ചൊൽകിലും കേൾക്കിലും ബോധമുണ്ടാ നരകങ്ങളും തീർന്നിടം ഷഡ്കുമാരൻ ഇങ്ങനെ വേധാവ് ചെയ്തതും എന്നറിഞ്ഞേ
വന്നിടുമേ. യുദ്ധം ശുഭോക്തികൾ കേട്ടു നിർബോധമൻ ചിത്തമോദേന വന്ദിച്ച് ചോദിച്ചതു, എന്നുടെ ദാതമാതാവിനെ മൽപിതാ തന്നുടെ ദാതൻ വിവാഹം കഴിച്ചവ നന്നായി അരുൾ ചെയ്ത് കേൾപ്പിക്ക വേണമേ എന്നത് കേട്ടു പറഞ്ഞിതോ ശ്രീശുകൻ. അർജുനൻ തീർത്ഥങ്ങളാടുവാൻ പോയ പിന്നെ പ്രഭാസമാ തീർത്ഥാന്തികം പൊക്കി തന്നു സുഭദ്രതൻ സൗന്ദര്യവും ഗുണം ഒന്നൊഴിയാതെ പലരും പർവ്വതം കേട്ടു. മദനമാൽ കൊണ്ടൊരു ഫൽഗുനൻ ശ്രേഷ്ഠമാൻ ദ്വാരകതൻ നിലകം പൊക്കു. സന്യാസി തന്നുടെ വേഷം ധരിച്ചിട്ടു സന്യാസി വര്യനും വാണോരനന്തരം യാദവന്മാരും ബലഭദ്രനും ചെന്നു മോദേന വന്ദിച്ചു സന്യാസി തന്നെ. കന്യകയായ സുഭദ്രൻ മന്ദിര സന്നിധവും മാനിച്ചു വാഴിച്ചു. യതി തന്നെയും നന്നായി സൽക്കരിച്ചിടുവാൻ പിന്നെ സുഭദ്രയെ കൽപ്പിച്ചു. രാമനും സന്യാസി വര്യന് ശുശ്രൂഷണത്തിന് നന്നായി പറഞ്ഞയച്ചിതു. രാമനും ചെന്താമരാക്ഷിതൻ വക്രാഭാ സൗജന്യം അന്തമില്ലാതെ ഗുണയും കണ്ടു. മദനമാനേറ്റവും പൂണ്ടുള്ളിലിണ്ടലും പൂണ്ടോസിച്ചു സന്യാസി. കാമസമാനന സന്യാസിയെ കണ്ടു കാമിനിയാ സുഭദ്രയ്ക്കും ഔവണ്ടമാൻ. അക്കാലമങ്ങ് ബലഭദ്രർ തന്നുടെ മുഖ്യനാം ശിഷ്യൻ ദുര്യോധനനായി സോദരിയായ സുഭദ്രയെ നൽകുവാൻ മോദേന ഭാവിച്ചത് കണ്ടു മാധവൻ. അമ്പുതി മധ്യതടെ നല്ലൊരു ഉത്സവം അമ്പുജാക്ഷനുടമായി അപ്പോൾ ക്രമാലവർമ്മനിടം തന്നെ ജനിച്ചു വളരുന്ന ആൾ വന്നു കൊന്നിടിനാൻ കംസനും ദക്ഷണേ. പിന്നെ അവർ നിന്റെ സന്നിധോ വാഴുന്നിത് ഉന്നതന്മാരവർ തന്നെയും ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നിത്. എൻ മാതാവ് തന്നുടെ കൊണ്ടിതാ പുത്രശോകത്തെ കളവാനായി. ഇന്നിവർ തന്നെ തരിക വൈകിടാതെ ഇന്ന് ഭുവനകാര്യം അവരാൽ വന്നു. പിന്നെ ഇവരുടെ ശാപവും തീർന്നതോ. ഇന്നിവർക്ക് ഇത്തരമെല്ലാം എന്നെ ആജ്ഞ വന്നിതവർക്ക്. മൽപാതയെ ചേർന്നിട്ട് ഇനി വാഴുവാനുള്ള കാലം അതുകൊണ്ട് നീ കോഴ ഒഴിഞ്ഞു തന്നീടവരെ. അതുമൂലമായി നല്ലത് വന്നുകൂടും. ധാതാവ് തന്നോട് സന്നിധം നിന്ന് താൻ താതപാദങ്ങൾ വണങ്ങാതെ നന്നായി പരീക്ഷിപ്പതിന് മുനിജന വൃന്ദമധ്യ വിധി വാഴുന്നു. സന്നിധു തന്നെ സിംഹാസനമേറി വിരിഞ്ചന തന്നെ സമാനമിരുന്നവരനന്തരം അംഭോജ സംഭവനേറ്റങ്കു പിതനായി സംഭാവന ചെയ്തത് കണ്ടു വേഗന പോന്നു ശിവൻ അന്തികേ ചെന്നത്. വന്ദിനാകി ശിവൻ തന്നെ പരീക്ഷിപ്പാൻ അപ്പോൾ നിജ സഹജ തന്നുടെ ദ്രവ്യം നശിക്കുന്ന നേരത്തോ തന്നുടെ ബന്ധുക്കൾ കൈവെടിഞ്ഞിടുമേ. അർത്ഥം നശിച്ചു മിത്രങ്ങൾ വെടിയുമ്പോൾ അർത്ഥഹീനൻ അവനൻ ഭക്തസംസർഗമെത്തും. അപ്പോൾ ഞാൻ പ്രസാദിച്ചു മൽഭക്തി സത്യവും നൽകി. നിത്യാനിത്യ നിർണയം ഇത്യാദിയും തെളിയിച്ചുടൻ സർവവും സച്ചിദാത്മാവാം. അർത്ഥാദികൾ വേറില്ല. സച്ചിദാത്മാവഹം ഈശനും സർവവും യുദ്ധമുറപ്പിച്ചു. ഭേദഭ്രമങ്ങളാം വിദ്യാവിചാരം ഹൃദയചാഞ്ചല്യങ്ങൾ ശാന്തി വരുത്തി സുഖിപ്പിപ്പവനെന്ത്. അന്തർമനസ്സി വേണ്ടും മോഹമൊക്കെയും താനേ ഭരിച്ചു. ജീവൻ മുക്തനായിക്കൊണ്ടു തന്നുടെ ദേഹാന്തേ മുക്തിയും വന്നിടും. അവരെ ഞാൻ ശിക്ഷിപ്പു. എന്നുടെ കാരുണ്യം ഉണ്ടാകയാലിഹ മന്നതി പാരമ്പരാധീനമെന്നോർത്ത് സർവദാ എൻ മായാ ഗുണബദ്ധരായി സർവധാതൃ സുരേന്ദ്രാദിയായുള്ളൊരു മായാഗുണന്മാരെ വേഗേന സേവിച്ചു. മായ ക്ഷിപ്രപ്രസാദികൾ തമ്മോട് വേണ്ടും ധനങ്ങൾ കാമങ്ങൾ ലഭിച്ചുടൻ ഇണ്ടലോടെ ഭവസാഗരെ മഗ്നരായി വാഴുന്നിതെന്ന് ധർമാത്മജൻ തന്നോടെ ആഴിവർണ്ണൻ അരുൾ ചെയ്തിതോ ഭൂപതയെ. മൂർത്തികൾ മൂവരും ശാപവരപ്രദർ ഓർത്താൽ അതിൽ ശിവൻ ധാതാവും അൻപോടോ ശാപവരങ്ങൾ കൊടുക്കും ക്ഷണം കൊണ്ടോ. പാപഹാരി ജഗൻ മംഗലൻ മാധവൻ നല്ല വരത്തിനും ശാപത്തിനും ബഹുചൊല്ലുമേ കാലവും എന്നറിഞ്ഞേടോ. സാത്വികനായ നിഷ്കാമ നിലയനൻ സത്യസ്വരൂപനാം വിഷ്ണു അറിയണം. നിഷ്കാമ സത്വം ഭജിയാതെ ആരാലും മുക്തി നൽകിയിടുവാനാമല്ല നിർണയം. മായതുകൊണ്ട് മുകുന്ദ ഗുണത്തെയും മാധവനെയും ഭജിക്കാതെ മുക്തിയും ആരാരുമേ കൊടുത്തിടുവാനാമല്ല. ഭാരതിലെന്നു ദൃഢത്തെ പറഞ്ഞതും ദോഷങ്ങൾ മുമ്പേ കളഞ്ഞു. മഹാവിഷ്ണു ദോഷിച്ചു നാശമില്ലാതെ പദം നൽകും. സേവിച്ചവർ തൻ ഗുണദോഷം ഓരാതെ സേവിച്ച കാമം കൊടുപ്പു മറ്റേവരും. ഇന്ന് ശിവൻ തൻ ചരിതമതം കേൾക്ക. മുന്നം മൃഗാസുരനായ ശകുരിജൻ മുൻ ദുഷ്ടനവൻ സുരലോകമടക്കുവാൻ ഇഷ്ടമോടെ മുനി നാരദൻ തന്നോട് ചോദിച്ചു. വേഗം പ്രസാദിപ്പതിന്നികാവേദ വിത്തുക്കൾ ത്രിമൂർത്തികൾ മൂവരിലാരി പറക എന്ന് ചോദിച്ചത് കേട്ടു നാരദന്മാരാരി നല്ലതെന്നോതിനാൻ. അപ്പോൾ മൃഗാസുരൻ ശങ്കരൻ തന്നെ ഇങ്കൽപോട് ഘോരം തപം തുടങ്ങിയിടിനാൻ. ദേവകളും അസുരന്മാർ ബലത്തിനാൽ കേവലം മണ്ടും. മൃഗാസുരൻ തന്നോട് ഉന്നതൻ നിർഘൃണൻ ഘോരൻ മൃഗാസുരൻ തന്നോട് മാംസമർത്തു ഹോമിച്ചുടൻ നന്നായി തപം ചെയ്തു. കാലാരി തന്നെയും മുന്നിലാമാറവൻ പ്രത്യക്ഷനായിട്ട് കാണാഞ്ഞ മൂലം ഏഴാം ദിനം അങ്ങവൻ ക്ഷീണതേന്യെ കഴുത്തറുത്തിയിടുവാൻ വാൾ കൊണ്ടു തലകളെ വെട്ടുന്ന നേരത്ത് വൈകാതെ കാരുണ്യശാലി ശിവൻ തത്ര വനിയിൽ നിന്ന് പൊങ്ങിയിടിനാൻ. അന്നേരം ജഗുജാകാന്തൻ അസുരൻ കരത്തെ
മൂർധനിയും തന്നുടെ കൈകൊണ്ട് വേഗം പിടിച്ചപ്പോൾ ഉന്നത ദാനവദേഹവും പോഷിച്ചു. ദാനവനാം നിനക്കെന്ന് വേണ്ടും വരം ഞാൻ ഇന്ന് നൽകുവൻ വൈകാതെ ചൊൽക നീ എന്നു ഹരൻ അരുൾ ചെയ്തൊരു നേരത്ത് ഉന്നതനാം അവൻ വീണു വണങ്ങിനാൻ. പിന്നെ വരവ് അപേക്ഷിച്ചിരി വണ്ണം ചന്ദ്രചൂടാമണേ മൽക്കരം കൊണ്ടിട്ട് മൂർധിനി തൊട്ടാൽ അവൻ മരിച്ചിടണം. അർത്ഥേന്ദു ചൂടൻ അത് കേട്ടു ശങ്കയാ അങ്ങനെ വന്നിടുമെന്നരുൾ ചെയ്തുടൻ. പിന്നെ ഗമിപ്പാൻ തുടങ്ങുന്ന നേരത്തു വേഗം പുരാരിതൻ മൂർധനി തന്നുടെ പാണി വയ്പ്പാനായി മൃഗാസുരൻ ചെന്നതു നേരം നിനച്ചിതു ശങ്കരൻ. ഇന്നിവൻ ആരും അറിയാതെ ഈ വരം ഞാനിക നൽകിയ മൂലം ഇവനെ ഞാൻ കൊൽവതി യോഗ്യമല്ല എന്നു നിശ്ചിത്യാപുരാരിയും വേഗം വൃഷഭമേറി ശിവൻ അന്നേരം നാഗവാസി ജനം കഷ്ടം എന്നോതിനാർ. വീരനസുരൻ കര ഉയർത്തിട്ടു പാരാതെ ശങ്കരൻ ബിംബേ ദിവം പൊക്കോ നാനാധികന്ധരം പാഞ്ഞു പുരാരിയും ദീനനായി വൈകുണ്ഠലോകമകം പൊക്കു. നാരായണൻ കഥയെല്ലാം അറിഞ്ഞിട്ടു പാരാതെ നല്ലൊരു ബാലവേഷത്തോടും ചെന്ന് നിന്നാൻ വിരവോടെ. ശകുനിജൻ പാഞ്ഞു വരുന്ന മാർഗത്തിൽ അത് നേരം പാഞ്ഞു വരുന്ന ഒരസുരനോട് ഇത്തരം മായാമയൻ മധുവൈര്യരുൾ ചെയ്തു. പായുന്നതെന്തു നീ ദൈത്യ ചൂടാമണേ മായമെന്നെ ചൊൽക ചൊൽക നീ എന്നോ. മഹാവിഷ്ണു മാനവ വീരനോടായിട്ടരുൾ ചെയ്തു പാരം ചിരിച്ചു ചൊന്നാൻ ഇതം ദാനവവീര സുമുഖ ശൃണു വിചാരമില്ലാഞ്ഞിതോ മാനസേ. ശങ്കരൻ ദക്ഷയജ്ഞം നശിപ്പിച്ചവൻ വൻ കോപമോടു ദക്ഷൻ ശപിച്ചിട്ടിക പ്രേതമായി വന്നിതു ഭ്രാന്തചിത്തമതം ചേതസി ശുദ്ധമില്ലായതു മൂലമായി എല്ലായ്പ്പോഴും ചത്തു ചുട്ട ചുടലയിൽ മുല്ലബാണാരി നൃത്തം ചെയ്തു വാഴുകയാൽ മുന്നമുള്ള ഈശ്വരത്വം അതും പോയതു. ഇന്നും ഒരുത്തൻ കരം ഭരിച്ചമ്പോട് വേണ്ടും വരങ്ങൾ ഭരിക്കയിൽ ഒന്നുമേ കുണ്ഠൻ അവൻ കൊടുത്താൽ ഫലമായി വരാ മത്സഖ. ശങ്കരവാക്യം അസത്യമാം നിസ്സംശയം ഞാൻ പറഞ്ഞത് സത്യമോ എന്ന് പരീക്ഷിച്ചു നോക്കൂ നീ വൈകാതെ. നിന്നുടെ ചിത്തയ വിശ്വാസം ഉണ്ടെങ്കിൽ സംശയം തീർന്നറിയാം അതിനായിക്കൊണ്ടു. സംശയം എന്നെ നിൻ പാണി നിൻ മൂർത്തിനി വച്ചാൽ അത് പരമാർത്ഥം അറിഞ്ഞിടാം. മെച്ചമേ പിന്നെ നമുക്ക് പരീക്ഷയും ഒപ്പിച്ചുകൊണ്ട് ചതി ചെയ്ത ശങ്കരം ഒപ്പമായി കൂടി നമുക്ക് വധിക്കണം. ദാനവാരാധേർ മധുരവാക്യം കേട്ടു ദാനവൻ തൻ മൂർത്തിനി ഹരം വച്ചിതു. അപ്പോൾ ഹരൻ തൻ മഹിതവരവലാൽ അപ്പോൾ മൃഗാസുരൻ ചത്തു വീണിടിനാൻ. അപ്പോൾ വിബുധരും മാമുനിവർഗവും ഉൽപ്പല നേത്രനെ വേഗേന വാഴ്ത്തിനാർ. കൽപ്പകസൂനങ്ങൾ വർഷിച്ചു ദേവിമാർ ഉൽപ്പന്നമോദേന നൃത്തം തുടർന്നിതു. അപ്പോൾ മുകുന്ദൻ ശിവനോട് ചൊല്ലിനാൻ സൽപുരുഷ ഭവാൻ ആത്മനാ ചിന്തിച്ചാൽ കെൽപ്പ് പെരുത്തോരസുരൻ മരിച്ചതും ഇച്ഛെയ്തതും തവ മാനസകൽപ്പിതം. യാതൊരു ദേവ അസുര നരപന്നഗജാതരാരെങ്കിലും സജ്ജനദ്വേഷങ്ങൾ ചെയ്തിരുന്നാകിൽ മരണം അവർക്കതും. ചെയ്ത കർമ്മത്തിന് രൗരവമാതിയും വന്നുപോം ഈശ്വരദ്വേഷത്തിനോർക്കിലോ പിന്നെ പറയണമെന്നതില്ലേതുമേ. സേവിക്കൽ ഭോഗസമൃദ്ധികൾ വേഗത്തിൽ വന്നു കാണുന്നിതു മാമുനെ. വേഗം യോഗേശനാകിയ മാധവൻ ചിന്തിക്കൽ തന്നുടെ അർത്ഥങ്ങൾ നാശമായി കാണുന്നു. പിന്നെ പ്രസാദിപ്പതിനും ബഹുകാലം രക്ഷകർത്താവതാകുന്നു മഹാവിഷ്ണു. ശിക്ഷകർത്താവതാകുന്നു മഹേശ്വരൻ. ഈശ്വരന്മാരി വർത്തങ്ങളെ സേവിച്ചാലിച്ച സിദ്ധിക്കും. ശിവൻ വിഷ്ണു തന്നെ പാലന കർമാത്മകനായി വരുമെന്നോ പാലനാത്മാ ശിവൻ തൽഗുണമാമെന്നോ ഇത്തരം മന്നവൻ ചോദിച്ചതു കേട്ടു ചിത്തമോദേന മുനീന്ദ്രൻ അരുൾ ചെയ്തു. ശങ്കരൻ മായാഗുണബദ്ധനായിക്കൊണ്ടു സന്തതം വാണോ തൽസേവകന്മാർക്കെല്ലാം മായാഗുണസമൃദ്ധികൾ മായാഗുണപദാർത്ഥങ്ങളായി നിൽക്കുന്ന മായാസമൃദ്ധികൾ നൽകുന്നു മന്നവ. നിർഗുണൻ മായാവിരഹിതൻ മാധവൻ സൽഗുണം സേവിക്കൽ നിർഗുണം സാധിക്കും. മായാഗുണങ്ങളായുള്ള സമസ്തത്തിൽ ജ്ഞാനവും സിദ്ധിച്ചു നാനാപദാർത്ഥവും നിർഗുണന മഹാവിഷ്ണുവായി കണ്ടിട്ടു. സദ്ഗുണഭേദമായ പരമചിത്തങ്ങൾ എല്ലാറ്റിൽ നിന്നും നിസ്സംഗചിത്തനായി എല്ലാമേ അദ്വൈതമാം പരമാത്മാവ് താൻ ഒഴിഞ്ഞേതുമേ ഇല്ലെന്ന് ബോധിയായി ആനന്ദനായി ഗുണസംഖ്യ എന്നാകിലും നൂനമവൻ നിർഗുണനായി വരുന്നിതു. വാനിതല്ലാറ്റിലും കൂടി എന്നാകിലും നാനാപദാർത്ഥത്തിലും നിന്ന് വരിടാം. വാനതല്ലാറ്റിലും വയം ജ്ഞാനിയാകുന്നവൻ തന്നിലായി തരം. ആകയാൽ നിർഗുണാത്മാപരൻ സേവിക്കിൽ ഏകമാ മുക്തിയും ഭോഗവും വേറില്ല. ഹരേ മുക്തിയും വേറില്ല എന്നിരിക്കെ ഭോഗസിദ്ധികൾ വേറായി തോന്നിയാലും ഭേദമായ അറിവിലവൻ ഇങ്ങനെ നിർഗുണം സേവിച്ചു നന്നായി ധന്യനാവാൻ ശിക്ഷ ചെയ്യുന്നു മാധവൻ. ആയതിനൊന്നു ചൊല്ലുന്നു ഞാൻ ഭൂപതേ മായാമയൻ. കൃഷ്ണവാക്യം ഇതാകുന്നു. നിർമ്മലൻ ധർമ്മജൻ രാജസൂയത്തിങ്കൾ ധർമ്മപരായണൻ മാധവൻ തന്നോട് സർവകർമ്മഗുണധർമ്മങ്ങൾ ചോദിച്ചു നിർവാണതൻ കൃഷ്ണൻ അങ്ങരുൾ ചെയ്തിതു. മൽപദം ഭക്തിയാ ഭജിക്കുന്നവർക്കു ഞാൻ അപ്പോഴേ
വന്നു ജനിച്ചു ഹിരണ്യകശൂതൻ നന്ദനന്മാരാവരെ എൻ മാതാവ് തന്നുടെ ഗർഭത്തിലാക്കി മമാജ്ഞയാൽ എന്നുടെ മായപ്പോൾ ക്രമാലവർ മന്നിടം തന്നിൽ ജനിച്ചു വളരുന്നാൾ വന്നു കൊന്നിടിനാൻ കംസനും ദക്ഷണേ. പിന്നെ അവർ നിന്റെ സന്നിധോ വാഴുന്നിത് ഉന്നതന്മാരവർ തന്നെയും ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നിത് എൻ മാതാവ് തന്നുടെ കുണ്ഠിത പുത്രശോകത്തെ കളവാനായി. ഇന്നിവർ തന്നെ തരിക വൈകിടാതെ ഇന്നു ഭുവനകാര്യം അവരാൽ വന്നു. പിന്നെ ഇവരുടെ ശാപവും തീർന്നതോ ഇന്നിവർക്ക് ഇത്തരമെല്ലാം എന്നാജ്ഞ വന്നിതവർക്ക് മൽപാതയെ ചേർന്നിട്ട് ഇനി വാഴുവാനുള്ള കാലം അതുകൊണ്ട് നീ കോഴ ഒഴിഞ്ഞു തന്നിടവരെ അതുമൂലമായി നല്ലത് വന്നുകൂടും. തൂർന്ന ഗോപേന വേഗം പുറപ്പെട്ട അപ്പോൾ യാദവൻ മാധവൻ ദേവകി ചിൽപുമാന വസുദേവർ ഇത്യാദികൾ നല്ലവണ്ണം പറഞ്ഞ് ആശ്വസിപ്പിച്ച നല്ല മോദേന ബലഭദ്രർ ശൗരിയും കന്യാധനങ്ങൾ കൊടുത്തയച്ചിടിന. നന്നായി വസിച്ചു വിനിയൻ സുഹൃത്തയ. പിന്നെ രാമൻ പാണ്ഡവന്മാർ മരുവീടും മന്ദിരം വസിച്ചു പോന്നീടിനാൻ. ഇത്തരം അർജുനൻ തന്റെ കഥയത് ചിത്തമോദേന പറഞ്ഞു മുനിവരൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രുതിധരവർണ്ണന. ദേവകിക്ക് നേരം നന്ദനന്മാർ മുഖം കണ്ടൊരു ദേവകി തന്നുടെ പുത്രരെന്നേറ്റവും നിശ്ചിത്യാതനെ സർവരും ആദിപുരുഷൻ പരന്മായി കണ്ടതൊക്കെയും എന്ന് നിരച്ചിരു കണ്ടവൻ ഒക്കെയും അല്ലാതെ എന്തറിയുന്നതും. ഇങ്ങനെ ഓരോന്ന് മാധവൻ ചെയ്തവ എങ്ങനെ ചൊല്ലുന്നു മറ്റു ഓരോ വിധം. മാധവൻ ചെയ്തവ ചൊൽകിലും കേൾക്കിലും ബോധമുണ്ടാ നരകങ്ങളും തീർന്നിടം. ഷഡ്കുമാരൻ ഇങ്ങനെ വേദാവ് ചെയ്തതും എന്നറിഞ്ഞിടുമേ. യുദ്ധം ശുഭോക്തികൾ കേട്ടു നിർബോധമൻ ചിത്തമോദന വന്ദിച്ച് ചോദിച്ചതു എന്നുടെ ദാതമാതാവിനെ മൽപിതാ തന്നുടെ ദാതൻ വിവാഹം കഴിച്ചവ നന്നായി അരുൾ ചെയ്ത് കേൾപ്പിക്ക വേണമേ എന്നത് കേട്ടു പറഞ്ഞിതോ ശ്രീശുകൻ. അർജുനൻ തീർത്ഥങ്ങളാടുവാൻ പോയതോ പിന്നെ പ്രഭാസമാൻ തീർത്ഥാന്തികം പൊക്കി തന്നു സുഭദ്രതൻ സൗന്ദര്യവും ഗുണം ഒന്നൊഴിയാതെ പലരും പറവതും കേട്ടു. മദനമാൻ കൊണ്ടൊരു ഫൽഗുനൻ ശ്രേഷ്ഠമാൻ ദ്വാരകതൻ നിലകം